IBSന്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഗവൺമെന്റ് ഓൺ ചെയ്ത വൺ ഓഫ് ദി ലീഡിംഗ് ഇൻഷുറൻസ് കമ്പനീസ് ആയ ഓറിയന്റ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്കിനി ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ജേർണലിസ്റ്റ് ആൻഡ് ഹിന്ദി ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. സ്കെയിൽ 1 ഓഫീസേഴ്സ് റാങ്കിലായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്. നോക്കുക, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഡേറ്റ്സ് നോക്കാം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 2025 ഡിസംബർ 15 ഈ ഡേറ്റ് തന്നെയാണ് നമ്മുടെ ഓൺലൈനായിട്ട് ഫീസ് പേയ്മെന്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. പിന്നീട് നോക്കേണ്ടത് നമ്മൾ എക്സാമിനേഷനാണ്. 2 എക്സാമിനേഷനാണ് വരുന്നത്. Tier 1 അല്ലെങ്കിൽ Phase 1, Phase 2. Tier 1 എക്സാമിനേഷൻ ഡേറ്റ് 2026 ജനുവരി 10 എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ ഇയറിൽ ആദ്യം നടക്കാൻ പോകുന്ന എക്സാം നമുക്ക് ഇത് തന്നെയായിരിക്കും. പിന്നീട് ഡേറ്റ് ഫോർ മെയിൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ Tier 2 എക്സാമിനേഷൻ എന്ന് വെച്ചാൽ 2026 ഫെബ്രുവരി 28 നമുക്ക് പരീക്ഷ നടക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് വേക്കൻസീസ് എത്രയാണെന്ന്. നമുക്ക് ജേർണലിസ്റ്റ് പോസ്റ്റുകളിലും ഹിന്ദി ഓഫീസേഴ്സിൻ്റെ രണ്ടായിട്ടാണ് വേക്കൻസി തന്നേക്കുന്നത്. ജേർണലിസ്റ്റ് പോസ്റ്റുകൾ ടോട്ടൽ വേക്കൻസി 285, ഹിന്ദി ഓഫീസേഴ്സിന് ടോട്ടൽ വേക്കൻസി 15. അങ്ങനെ നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ വരുന്ന 300 വേക്കൻസിയാണ്. അതിൽ ഓരോ കാറ്റഗറിക്കും ഉള്ള ആ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് സർവീസ് കണ്ടീഷനാണ്. സർവീസ് കണ്ടീഷൻ പ്രകാരം എന്താണ്, കമ്പനിക്ക് നമ്മളെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. മാത്രമല്ല പറഞ്ഞേക്കുന്നത് ദ മിനിമം സ്റ്റേ അറ്റ് ദ ഇനിഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വിൽ ബി 3 years. നമുക്ക് ആദ്യം ഏത് പ്ലേസിലാണ് പോസ്റ്റിംഗ് കിട്ടുന്നത് അവിടെ നമ്മൾ 3 years മസ്റ്റായിട്ടും അവിടെ പ്ലേസ്ഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് പ്രൊബേഷൻ പീരീഡ് ഉണ്ടോ. പ്രൊബേഷൻ പീരീഡ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 year ആണ്. അത് പിന്നീട് അതിനകത്തിൽ പ്രൊബേഷൻ പീരീഡ് മേ ബി എക്സ്റ്റെൻഡഡ് ട്വൈസ് ബൈ എ ഫർദർ പീരീഡ് ഓഫ് 6 months അറ്റ് എ ടൈം. വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്ത് മാക്സിമം 1 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ഗ്യാരണ്ടി ബോണ്ട് ഉണ്ട്. നമ്മൾ ഈ ജോലി കയറുമ്പോൾ എന്തെങ്കിലും ബോണ്ട് കൊടുക്കണോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബോണ്ട് ഉണ്ട്. കാരണം എന്താണ്, ഈ പ്രൊബേഷൻ പീരീഡ് ഉൾപ്പെടെ 4 വർഷം നമ്മൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തിരിക്കണം. അതർവൈസ് നമുക്കെന്താണ്, നമ്മൾ അതിന് മുമ്പ് നമ്മൾ റിസൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കമ്പനി നമുക്ക് എന്താണ് ഒരു പിഴ ഈടാക്കും. പിഴ ഈടാക്കുക എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ 1 year ഗ്രോസ് സാലറി നമ്മൾ റീഇംബേഴ്സ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇമോളുമെന്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, എത്ര സാലറി കിട്ടുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ബേസിക് സാലറി പറയുന്നത് 50,925, 50,925 രൂപയാണ് നമ്മുടെ ബേസിക് സാലറി പറയുന്നത്. നമ്മുടെ IBPS അല്ലെങ്കിൽ SBA POയ്ക്കൊക്കെ പറയുന്ന ബേസിക് സാലറിയേക്കാളും ഉയർന്ന സാലറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രോസ് സാലറി നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന ഇൻഹാൻസ് സാലറി ഫസ്റ്റ് മന്ത് മുതൽ 85,000 മുകളിലായിരിക്കും. അല്ലെങ്കിൽ അതായിരിക്കും അപ്രോക്സിമേറ്റ്ലി ആ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നമുക്കറിയാം 2 പോസ്റ്റുകളാണ്, ജേർണലിസ്റ്റ് പോസ്റ്റ് ആൻഡ് ഹിന്ദി ഓഫീസർ. തീർച്ചയായിട്ടും ഇത് 2 പോസ്റ്റും ഡിമാൻഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വ്യത്യസ്തമായിരിക്കും. നമുക്ക് ജേർണലിസ്റ്റ് പോസ്റ്റുകളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താ നോക്കിയേ. ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ എനി സ്ട്രീം ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്ക് ഇൻ എയ്തർ ഓഫ് ദ ഡിഗ്രി എക്സാമിനേഷൻ. ഒന്നുകിൽ ഗ്രാജുവേഷൻ വേണം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. ഇത് രണ്ടിലും എന്താണ് 60% പാസ് മാർക്ക് വേണം. ഇവിടെ എക്സെപ്ഷൻ പറഞ്ഞേക്കുന്നത് SC STക്ക് 55% പാസ് മാർക്ക് മതി. ബാക്കിയുള്ളവർക്കെല്ലാം ജേർണലിസ്റ്റ് പോസ്റ്റുകളിലെ അതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 60% പാസ് മാർക്കിൽ നമ്മൾക്ക് എന്താണ് ഡിഗ്രി അല്ലെങ്കിൽ PG ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഹിന്ദി ഓഫീസേഴ്സിന് നമുക്ക് അല്ലെങ്കിൽ രാജ്യഭാഷ ഓഫീസേഴ്സിന് നമുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന മാസ്റ്റർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി എലക്ടീവ് സബ്ജക്ട് ഓർ ആസ് ദ മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് ദ ഡിഗ്രി ലെവൽ വിത്ത് 60% മാർക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹിന്ദിയിൽ ഒരു മാസ്റ്റർ ഡിഗ്രി ഉണ്ടാവണം. ആ ഡിഗ്രി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇംഗ്ലീഷ് ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇലക്റ്റീവായിട്ടോ പഠിച്ചിരിക്കണം. അതർവൈസ് അവർ ഡിഗ്രി എക്സാമിനേഷനും എഴുതിയേക്കുന്ന മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ ഹിന്ദി ആണെങ്കിൽ എന്താണ് മാസ്റ്റർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ കമ്പൽസറി എലക്ടീവ് സബ്ജക്ട് ഓർ ആസ് ദ മീഡിയം ഓഫ് എക്സാമിനേഷൻ ടു ദ ഡിഗ്രി ലെവൽ വിത്ത് ദ 60% മാർക്ക് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് വൈസ് വേഴ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ ഇംഗ്ലീഷിലാണ് മാസ്റ്റർ ഡിഗ്രി എന്നുണ്ടെങ്കിൽ ഹിന്ദി ഒരു കമ്പൽസറി സബ്ജക്റ്റോ അല്ലെങ്കിൽ ഇലക്റ്റീവായിട്ടോ പഠിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞല്ലോ ഇവിടെ ഹിന്ദി ഭാഷാ ഓഫീസർ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ രാജ്യഭാഷ ഓഫീസേഴ്സ് ആകുമ്പോഴത്തേക്ക് ഇവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് ഹിന്ദിയിൽ ഫ്ലുവൻസി ഉണ്ടായിരിക്കണം എന്നാണ് ഇതിൽ നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഏജ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിനിമം ഏജ് 21 വയസ്സ്, മാക്സിമം ഏജ് 30 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിന് അല്ലെങ്കിൽ SC STക്ക് 5 വർഷം റിലാക്സേഷനും OBCക്ക് 3 വർഷം റിലാക്സേഷൻ, പേഴ്സൺ വിത്ത് ബെഞ്ച് ഡിസബിലിറ്റിക്ക് 10 വർഷം റിലാക്സേഷനും ഉണ്ട്. പിന്നീട് എക്സ് സർവീസ്മാൻമാർക്ക് നിയമാനുസൃത ഏജ് റിലാക്സേഷനും ഉണ്ട്. നമുക്കിനി നോക്കേണ്ടത് ഈ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു 2 എക്സാംസ് ഉണ്ടെന്നുള്ളത്. 2 ഓൺലൈൻ എക്സാമിനേഷനും അതിനുശേഷം വരുന്ന ഇൻ്റർവ്യൂവാണ് സെലക്ഷൻ പ്രോസസ്സിൻ്റെ അടിസ്ഥാനം. ഓക്കെ, നമുക്ക്
പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ജനുവരി 10 നടക്കാൻ പോകുന്ന എക്സാമിനേഷനാണ്. 2026 ജനുവരി 10 എക്സാമിനേഷൻ നടക്കുന്നത്. ഇതിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കി നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ IBPSൻ്റെയും അല്ലെങ്കിൽ SBIയുടെ ഒക്കെ എക്സാമിൻ്റെ പ്രിലിംസ് പാറ്റേൺ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ സിലബസ് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻഷുറൻസിന് വരുന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ പ്രിലിംസിൻ്റെ എക്സാം പാറ്റേൺ. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ 20 മിനിറ്റാണ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളത്. റീസണിങ് എബിലിറ്റി 35 ചോദ്യങ്ങൾ 20 മിനിറ്റ്. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 35 ചോദ്യങ്ങൾ 20 മിനിറ്റ്. അങ്ങനെ 100 മാർക്കിന് 1 മണിക്കൂറാണ് പരീക്ഷ വരുന്ന പ്രിലിംസ്. അതുപോലെ നമ്മുടെ എങ്ങനെയാണ് IBPS അല്ലെങ്കിൽ ഈ പറഞ്ഞ SBI പ്രിലിംസ് നടക്കുന്നത് അതേ പാറ്റേൺ തന്നെ നടക്കുന്നത്. ഇത് ജേർണലിസ്റ്റ് ഓഫീസേഴ്സിനും ഹിന്ദി ഓഫീസേഴ്സിനും ഒരേ പ്രിലിംസ് ആണ് നടക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ വരുന്നത് മെയിൻസ് എക്സാമിനേഷൻ ജേർണലിസ്റ്റ് ഓഫീസേഴ്സിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കുക. അതിൽ ടെസ്റ്റ് ഓഫ് റീസണിങ് 45 ചോദ്യങ്ങൾ 45 മാർക്ക് 45 മിനിറ്റ്. ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 30 മിനിറ്റ്. ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 20 മിനിറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ജനറൽ അവയർനെസ്സിൽ നമുക്ക് എന്താണ് ഇൻഷുറൻസ് സെക്ടറിൽ നിന്നുള്ള ചോദ്യങ്ങളും കൂടുതലായി കാണാം. പിന്നീട് നമുക്ക് വരുന്നത് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 40 മിനിറ്റ്. ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് 35 ചോദ്യങ്ങൾ 35 മാർക്ക് 15 മിനിറ്റ്. നമുക്ക് സാധാരണഗതിയിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിയുടെ മെയിൻസിലും എന്താണ് നമുക്ക് NICLൻ്റെ ആയാലും ഒക്കെ എന്താണ് ഈ കമ്പ്യൂട്ടർ നോളജ് എന്നുള്ള സംഭവം വരുന്നുണ്ട്. ബാങ്കിൽ നമുക്കത് വരുന്ന RRB എക്സാമിനാണ്. ടോട്ടൽ 200 ചോദ്യങ്ങൾ 200 മാർക്കിന് 2.5 മണിക്കൂറാണ് പരീക്ഷ വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഡിസ്ക്രിപ്റ്റീവ് നോക്കുമ്പോൾ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആണ് 2 ചോദ്യങ്ങളാണ് 30 മാർക്കാണ് ഇംഗ്ലീഷാണ് 30 മിനിറ്റാണ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ വരുന്നത്. ഇതാണ് ജേർണലിസ്റ്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ മെയിൻസിന്റെ എക്സാമിന്റെ പാറ്റേൺ. അടുത്ത് നോക്കി ഇനി നമുക്ക് ഹിന്ദി ഓഫീസേഴ്സിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. അവർക്ക് എന്താണ് ടെസ്റ്റ് ഓഫ് റീസണിങ്ങിന്റെ പരീക്ഷയുണ്ട്. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ 25 ചോദ്യങ്ങൾ 25 മാർക്ക് 30 മിനിറ്റാണ് പരീക്ഷ. ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ട് എന്താണ് അത് 25 ചോദ്യങ്ങൾ 25 മാർക്ക് 20 മിനിറ്റ്. പിന്നീട് പ്രൊഫഷണൽ നോളജ്. ഇവിടെ അവരുടെ പ്രൊഫഷണൽ നോളജ് തീർച്ചയായിട്ടും എന്താണ് ഹിന്ദി റിലേറ്റഡ് ചോദ്യങ്ങളായിരിക്കും. അത് 50 ചോദ്യങ്ങൾ ഓരോ ചോദ്യത്തിന് 2 മാർക്കാണ്. അങ്ങനെ 100 മാർക്കാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. 50 മിനിറ്റാണ് പ്രൊഫഷണൽ നോളജിന്റെ പരീക്ഷ വരുന്നത്. ജനറൽ അവയർനെസ് 25 ചോദ്യങ്ങൾ 25 മാർക്ക് 10 മിനിറ്റാണ്. ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് 25 ചോദ്യങ്ങൾ 25 മാർക്ക് 10 മിനിറ്റ്. അങ്ങനെ അതെന്താണ് 180 ചോദ്യങ്ങൾ 200 മാർക്ക് 2 മണിക്കൂറാണ് ഒബ്ജക്റ്റീവ് പരീക്ഷ വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ എന്താണ് ഇംഗ്ലീഷ് എസ്സേ റൈറ്റിംഗ് ഉണ്ട്, ഹിന്ദി എസ്സേ റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ 5 ചോദ്യങ്ങളാണ് 50 മാർക്ക് ഉണ്ട്. ഇത് 60 മിനിറ്റാണ്. അപ്പം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്താണ് അവർക്ക് ഈ പറഞ്ഞ പോലെ മീഡിയം എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് എഴുതാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ആണ്. മെയിൻസിന് നമുക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ വേക്കൻസിയുടെ 3 മടങ്ങ് കാൻഡിഡേറ്റ്സിനാണ് ഇൻ്റർവ്യൂ വേണ്ടി ക്ഷണിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്ററിൽ ടൈം ഓഫ് ഇൻ്റർവ്യൂ പ്ലേസ് ഓഫ് ഇൻ്റർവ്യൂ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ഈ മെയിൻസ് എക്സാമിനേഷൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് പരിഗണിച്ചിട്ടാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസാണ്. SC/STക്ക് 280 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC/ST ഒഴികെയുള്ള ബാക്കി കാൻഡിഡേറ്റ്സിന് 1000 രൂപയാണ് എന്താണ് GST ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷൻ ഫീസ്. പിന്നെ ഫേസ് 1ൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ഈ 3 സെൻറ്റേഴ്സ് നമുക്ക് കേരളത്തിലുണ്ട് ഫേസ് 1 എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയുള്ളത്. ഫേസ് 2 അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയുള്ളത് കേരളത്തിൽ നമുക്ക് എറണാകുളം മാത്രമേ ഉള്ളൂ. എറണാകുളമാണ് മെയിൻസ് എക്സാമിനേഷൻ്റെ സെൻറ്റേഴ്സ്. ഇതാണ് നോട്ടിഫിക്കേഷൻ്റെ ബ്രീഫ് ഡീറ്റെയിൽസ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജേർണലിസ്റ്റ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഹിന്ദി ഓഫീസേഴ്സിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ വിത്തൗട്ട് എക്സ്പീരിയൻസ് നമുക്ക് ഈ 2 പരീക്ഷകളും ഇൻ്റർവ്യൂവും പാസ്സായാൽ കിട്ടാൻ പോകുന്ന സ്വപ്ന തുല്യമായ ഒരു ജോലിയാണ്, ഏറ്റവും വലിയൊരു സാലറിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചോയ്സ് ആണ് ബാങ്കിങ് കരിയർ. ഇതുവരെ പ്രിപ്പറേഷൻ ആരംഭിക്കാത്തവർക്ക് IBSൽ തുടങ്ങാനിരിക്കുന്ന പുതിയ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലേക്ക് സ്വാഗതം.